ഈ ഒരു പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഉറപ്പായിട്ട് വേണം. നമ്മൾ പലർക്കും ഫിനാൻഷ്യൽ പ്ലാനിങ്ങോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പോലും ഇല്ലാത്ത സ്ത്രീകളാണ് പൊതുവെ. ഓൺട്രപ്രണേഴ്സ് ആണെങ്കിൽ പോലും ലിറ്ററസി എന്ന് പറയുന്ന ഒരു സംഭവം വളരെ കുറവാണ്. ഈ ഒരു സക്സഷൻ പ്ലാനിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൗ ഇമ്പോർട്ടൻറ്റ് ഡു യു തിങ്ക് ഇറ്റ് ഇസ് ഫോർ വിമൻ ടു എംപവർ ദെംസെൽവ്സ് വിത്ത് ഫിനാൻഷ്യൽ നോളജ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. എസ്പെഷ്യലി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഐ തിങ്ക് ഈവൻ ദോ നമ്പർ ഓഫ് വുമൺ ആൻറ്റർപ്രനേഴ്സ് ഇത്രയും കൂടിയിട്ടുണ്ട്. ഐ വാസ് ദ പാസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ വുമൺ ആൻറ്റർപ്രനർ നെറ്റ്വർക്ക്. കേരളത്തിൽ മാത്രം ഇപ്പോൾ 1200 1500 മെമ്പേഴ്സ് ഈ നെറ്റ്വർക്കിൽ തന്നെയുണ്ട്. ആൻഡ് കൊച്ചിയിൽ മാത്രം over 300 members ഉണ്ട്. So when you see all these women who are empowered because financially അവർ empowered ആണ്. പക്ഷേ ഇന്നിപ്പം ശ്രീജിത്ത് പറഞ്ഞ കുറേ പോയിന്റ്സിൽ നിന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് അലേർട്ട് ആകുകയാണല്ലോ. ഇത് എത്ര ആൾക്കാർക്ക് അറിയാമെന്നില്ല, ഡെഫിനറ്റ്ലി അറിയില്ല. അപ്പം ഉറപ്പായിട്ട് ഇത് നോളജ് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവണം നിർബന്ധമാണ്. ബിക്കോസ് മോസ്റ്റ് ഓഫൻ വിമൻ ആർ വെരി വൾണറബിൾ. ദേ ജസ്റ്റ് ലീവ് ഇറ്റ് ടു ദ മെൻ ഇല്ലേ, ആമ്പിള്ളേർക്ക് വിട്ടു കൊടുത്തിട്ട് അവർ നോക്കിക്കോളും എന്നില്ലേ. അന്ന് എൻറ്റയർ ഫാമിലീസും നമ്മൾ ചെറുതിലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ വി ആർ കണ്ടീഷൻ ടു ദാറ്റ്, റൈറ്റ്? സോ അങ്ങനത്തെ ഒരു ഹാബിച്വേഷൻ നമുക്കെല്ലാവരും ഹാബിച്വേറ്റഡ് ആണ്. അതൊന്നും മാറേണ്ട സമയമായിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ദാറ്റ് ഇറ്റ് ഷുഡ് ഹാപ്പൻ. ആൻഡ് സത്യം പറഞ്ഞാൽ ഇപ്പം ലൈക്ക് യു ആർ സെയിങ് യു ആർ എംപവറിങ് സ്റ്റാർട്ടപ്സ്. ഐ എം ആക്ച്വലി ടൈൻ്റെ ചാർട്ടർ മെമ്പറാണ്. ആൻഡ് ഐ എം ദി പാർട്ട് ഓഫ് ദി ഗ്ലോബൽ ലീഡർഷിപ്പ് ഫോർ ദ ടൈ യങ് ആൻറ്റർപ്രനർ പ്രോഗ്രാം. അതിൽ നോക്കുമ്പോൾ നിറയെ ഗേൾസാണ് ഇപ്പോൾ വരുന്നത്. ലോട്ട് ഓഫ് വിമൻ ആർ കമ്മിങ് ഇൻ ടു ദിസ് സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം, യു സി. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ ഓൾസോ നമ്മൾ കാണുമ്പം ഈ ഒരു പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഉറപ്പായിട്ട് വേണം അവർക്ക്, റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ഇല്ലേ. നോയിങ് ദിസ് ഫിനാൻഷ്യലി എംപവർഡ് ആയിരിക്കണം, പ്ലസ് ഓൾസോ നോയിങ് ദെയർ റൈറ്റ്സ് ആസ് വെൽ ആസ് പ്ലാനിങ് സക്സഷൻ ഏർലി ഇല്ലേ, ഇസ് വെരി ക്രൂഷ്യൽ.